വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഫി വിത്ത് അരുൺ. ഞങ്ങളിപ്പോൾ ഉള്ളത് CMS-ലാണ്. CMS കോളേജിന്റെ ഗ്രേഡ് ഹാൾ എന്നറിയപ്പെടുന്ന ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിലൂടെ പ്രേക്ഷകർക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ എത്തുന്നത്. എനിക്കൊപ്പം CMS-ലെ അടിപൊളി വൈബുള്ള യങ് ടാലന്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്, സ്പോർട്സിലെ താരങ്ങളുണ്ട്, കലാതാരങ്ങളുണ്ട്, പഠിപ്പിസ്റ്റുകളുണ്ട്, പ്രണയിക്കുന്നവരുമുണ്ട്. അവരൊക്കെയാണ് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത്. പ്രഭാതത്തിൽ വാർത്തകളുമായി പ്രേക്ഷകർക്കൊപ്പം ഈ കലാലയത്തിന്റെ യൗവനത്തിന്റെ തുടിപ്പ് അതേപടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത വൈബാണ്. ഈ വൈബിൽ നമുക്കൊപ്പം കേരളത്തിന്റെ സാമ്പത്തികാവസ്ഥ പോലെ നിൽക്കുന്ന നമ്മളെ പ്രിയപ്പെട്ടവരുണ്ട്. അപ്പൊ കുറച്ചു നേരമായിട്ട് ചെറിയ മയക്കത്തിലാണ്, ചെറിയൊരു ക്ഷീണമുണ്ട് എന്നതേ ഉള്ളൂ. വാർത്തകളൊക്കെ കേൾക്കും, ചില വാർത്ത കേൾക്കുമ്പോൾ തലയൊക്കെ ഇങ്ങനെ പൊക്കി വെക്കും. ഗവർണർ SFI പോര് എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് അതിനുശേഷം പുള്ളിക്കാരൻ ഉറങ്ങും. അപ്പോൾ നമ്മൾ അഭിറാമിനെ പരിചയപ്പെടുന്നു. അഭിറാം, ഗുഡ് മോർണിംഗ്. അഭിറാം സ്പോർട്സിൽ ഏതാ ഐറ്റം? മൈക്കിൾ വോളിബോൾ ആണ്. പാട്ടുപാടും. ഏതാ ക്ലാസ് പഠിക്കുന്നത്? മൈക്കിൾ ചേർത്ത് പിടിച്ചോളൂ. BCom. ഓക്കെ. ഇവിടെ നല്ല ക്യാമ്പസ് ആണ്. ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിറാമിന് ഇഷ്ടപ്പെട്ട സ്പോർട്ട് ഏതാണ്? ലവ് സ്പോർട്ട്? എല്ലാ സ്പോർട്ടും ലവ് സ്പോർട്ടാണ് അഭിറാമിനെ സംബന്ധിച്ച്. ധനശ്രീ, യു ആർ വെരി ലക്കി. ഞാൻ വെച്ചു ധനശ്രീ മാത്രമാണ് പറഞ്ഞത്. എല്ലാ സ്പോർട്ടും ധനശ്രീ സംബന്ധിച്ച് ഇറ്റ്സ് വെരി ഗുഡ് സ്പേസ്. ധനശ്രീ നന്നായി പാട്ട് പാടും. എന്റെ കൽബിലെയുള്ള പാട്ട് കേട്ടു. ഇനി നമ്മൾ അഭിറാമിന്റെ പാട്ടും കൂടി കേട്ടിട്ട് അടുത്തിലേക്ക് പോകാം. റെഡി? നമുക്ക് അഭിറാമിന്റെ ഒരു പാട്ട് കേട്ടാലോ? പൊളിയല്ലേ? മൈക്ക് ചേർത്ത് പിടിച്ചോളൂ അഭിറാം. എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവച്ചുരൻ മുല്ലമുട്ടിലൂറും. അത്തറൊന്നു വേണ്ടേ നല്ല കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. യെസ്. അപ്പൊ അഭിറാമിന്റെ പാട്ട് നമ്മൾ കേട്ടു. ഇനി സുഗതകുമാരി ടീച്ചറിന്റെ ഒരു കവിത കൂടി ധനശ്രീ നമുക്ക് പാടിത്തരും. അതിനു മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഈ സ്ത്രീധനത്തെ കുറിച്ചുള്ള വാർത്ത നിറഞ്ഞു നിൽക്കുന്നല്ലോ. ഇവിടെ ഏറ്റവും ഒടുവിൽ ഒരു ഡോക്ടറുടെ ആത്മഹത്യയിലേക്ക് പോലും സ്ത്രീധനം നയിച്ചു. 2 വർഷമായി പ്രണയിച്ചതിന് ശേഷമാണ് സ്ത്രീധനം ആവശ്യപ്പെടുന്നത്. അങ്ങനെ സ്ത്രീധനം ആവശ്യപ്പെടുന്ന ഡോക്ടറാണെങ്കിലും കാമുകനാണെങ്കിലും നിങ്ങൾ എന്ത് മറുപടി പറയും? നോ പറയും. അവരോട് പൊക്കോളാൻ പറയും അല്ലേ? നോ പറയും. അത് ധൈര്യമായിട്ട് തന്നെ പറയോ? ഉറപ്പായിട്ടും പറയും. ആ കാമുകൻ 2 വർഷം പ്രണയിച്ചതാണ്, എന്നിട്ടും നഷ്ടപ്പെട്ടു പോകുന്നുള്ള വിഷമം ഉണ്ടാവില്ല. പോയി പണി നോക്കാൻ പറയും. അതാണ്. അങ്ങനെയല്ലേ ധനശ്രീ? അങ്ങനെയല്ലേ? നിങ്ങൾ സ്ത്രീധനം ചോദിക്കുമ്പോ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? സ്ത്രീധനം വേണ്ട. പ്രണയിച്ചു കഴിഞ്ഞിട്ട് ഒരു അവസാന നിമിഷം എന്തായാലും ഒരു കാറ് ഒന്നും വേണ്ട. സ്ത്രീധനം വേണ്ട. സ്ത്രീയെ വേണ്ട. സ്ത്രീധനം വേണ്ട. എന്താ നിലപാട്? സ്ത്രീധനം വേണ്ട അല്ലേ? ഓക്കെ. എനിക്ക് ഈ ക്യാമ്പസിന്റെ ഒരു പൊതുവായിട്ടുള്ള വൈബ് എങ്ങനെ? നിങ്ങൾക്ക് അത്യാവശ്യം ഫ്രീഡം ഒക്കെ ഉണ്ട് അല്ലേ? നല്ല ഫ്രീഡം ഉണ്ട്. നിങ്ങൾ പൊളിറ്റിക്സിൽ സജീവമായ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? രാഷ്ട്രീയമായിട്ട് ആരും സജീവല്ലേ? ആരാ ഉള്ളത് ഇവിടെ? എങ്ങനെയാ? പൊളിറ്റിക്സിലൊന്നും വലിയ അഭിപ്രായമില്ല. നിരഞ്ജനേച്ചി എവിടെ? നിരഞ്ജനേച്ചി കമോ പ്ലീസ്. നിരഞ്ജനേച്ചിയാണ് ഈ ക്യാമ്പസിൽ. നമ്മള് ഈ നമ്മുടെ പൃഥ്വിരാജ് അഭിനയിച്ച സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരെന്തായിരുന്നു? ഒരു SFI അല്ല, അന്നത്തെ SFI പോലെയായിരുന്നു പുള്ളി അല്ലെ? KSUവിനെ പോലെയായിരുന്നു സതീശൻ കഞ്ഞക്കുഴി അല്ലേ? അങ്ങനെയായിരുന്നു. ഇതാണ്. അപ്പോ ഏതാണ് പാർട്ടി സംഘടന? SFI ആണ്. പൊതുവെ എങ്ങനെ ക്യാമ്പസ് സജീവമാണോ? അത്യാവശ്യം ചർച്ചകളൊക്കെ ഉണ്ട്. ഉണ്ട്. ഇവിടുത്തെ ഏതൊക്കെ സംഘടനകളാണ് ആക്റ്റീവ്? KSU ആക്റ്റീവ് ആണോ? SFI ആക്റ്റീവ് ആണ്. യൂണിയൻ ആർക്കാ? മൊത്തം SFI ആണോ? അല്ല, 2 പേര് കേസുകാരും നമ്മളോടൊപ്പം ഇല്ലേ? സജീവമാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഈ ക്യാമ്പസിനെ കുറിച്ച് പൊതുവെ ഈ പ്രേക്ഷകർക്കെല്ലാം ഈ ക്യാമ്പസിന്റെ വൈബ് ഇഷ്ടപ്പെട്ടു. എന്താണ് ഈ ക്യാമ്പസിന്റെ ഒരു സ്പെഷ്യാലിറ്റി? എല്ലാവർക്കും പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാമ്പസ് ആണ്. പിള്ളേർക്കാണെങ്കിലും ആക്റ്റീവായിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. കലയാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും എല്ലാത്തിനും ഉള്ളൊരു സാധ്യത ഇവിടെ ഉണ്ട്. അത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. ആണല്ലേ? പൊതുവെ ഈ ലവേഴ്സ് കോർണറിലൊക്കെ പോകാറുണ്ടോ? ഇല്ല, പോകാറില്ല. ആ ഭാഗത്തേക്ക് പോകാറുണ്ടോ? അത് ശരി. ഇവരാരും പോകാറില്ലെന്ന് പറയുന്നു, ശരിയാണോ? പോകുന്നവരുണ്ട്, എല്ലാരും പോകാറില്ല. അതിന് പ്രത്യേകിച്ച് വിലക്കൊന്നുമില്ല. അങ്ങനെ പ്രണയം വിലക്കാത്തൊരു ക്യാമ്പസാണ് അല്ലേ? കുഴപ്പമില്ല, അത്രേ ഉള്ളോ? അത് ശരി.